രാവിലെ 8 മണിയായപ്പോഴത്തേക്കും കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ റെഡി ആയിട്ടോ. രാമേശ്വരം ദ്വീപിലെ മാക്സിമം പ്ലേസസ് കവർ ചെയ്യാനാണ് ഇന്ന് നമ്മുടെ പ്ലാൻ. നമ്മൾ ആദ്യം പോകുന്നത് രാമേശ്വരം ദ്വീപിലുള്ള കോദണ്ഡരാമ ടെമ്പിളിലേക്കാണ്. രാമേശ്വരത്തിനും ധനുഷ്കോടിക്കും ഇടയിലാണത്. അങ്ങോട്ടുള്ള പ്രവേശന ഫീസായിട്ട് ഒരു 20 രൂപ നമ്മൾ പേ ചെയ്യണം കേട്ടോ. ധനുഷ്കോടിയിലേക്ക് അടുക്കുംതോറും നമുക്ക് ഭൂപ്രകൃതിക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റും. നിറയെ കണ്ടലുകളാണ് വളർന്നു നിൽക്കുന്നത്. ദൂരെ ആ കാണുന്നതാണ് കോദണ്ഡരാമ ക്ഷേത്രം. കോദണ്ഡം വില്ലുമായി നിൽക്കുന്ന ശ്രീരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. രാവണന്റെ അനിയനായ വിഭീഷണൻ ശ്രീരാമന്റെ സൈന്യത്തിൽ ചേർന്നത് ഇവിടെ വെച്ചാണെന്നാണ് ഐതിഹ്യം. അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയില്ല. ഗൂഗിൾ മാപ്പിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ കടലിനാൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. ധനുഷ്കോടിക്കും രാമേശ്വരത്തിനും ഇടയിലാണ് ഈ അമ്പലം വരുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ രാമേശ്വരം എന്തൊരു മനോഹരമാണ് കാണാൻ. ഒരിക്കലെങ്കിലും എല്ലാവരും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ രാമേശ്വരം ധനുഷ്കോടി. കടൽത്തര ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് പതയാണോ ഉപ്പാണോ എന്നുള്ളത് മനസ്സിലാകുന്നില്ല കണ്ടിട്ട്. കൂടുതൽ വീഡിയോസും ഡിസ്ക്രിപ്ഷനും ഞങ്ങൾ ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ്. ശ്രീരാമൻ ലങ്കയിലേക്ക് ചിറകെട്ടിയത് ധനുഷ്കോടിയിൽ നിന്നാണെന്നാണ് ഐതിഹ്യം. ഇതാണ് ധനുഷ്കോടിയിലെ ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ. ധനുഷ്കോടി പോയി വന്നിട്ട് ലൈറ്റ് ഹൗസിലെ കാഴ്ചകൾ കാണിക്കാം.